സക്കാത്തുൻ നഖദൈനിയെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അതിന്റെ വിഷയങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് അടുത്ത നേരം നെക്സ്റ്റ് ചാപ്റ്റർ സക്കാത്തുൽ മഅദിനി വറ്റിക്കാസി. ഈ ഖനികളിലും അതുപോലെ തന്നെ നിധികളിലും ഒക്കെയുള്ള സക്കാത്ത്. ഒരു നിധി കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഖനനം നടത്തുന്നുണ്ടെങ്കിൽ, ഇപ്പൊ സുഡാൻ അതുപോലെയുള്ള രാജ്യങ്ങളിലൊക്കെ ഗോൾഡ് അതുപോലെ മുത്തുകളൊക്കെ ഖനനം ചെയ്തെടുക്കും അവര്. അപ്പോൾ അങ്ങനെ ഗോൾഡ് ഖനനം ചെയ്യുന്ന അല്ലെങ്കിൽ സിൽവർ ഖനനം ചെയ്യുന്ന ഇങ്ങനെയുള്ള ഖനികളിലും അതുപോലെ തന്നെ നിധിയായിട്ടൊക്കെ കിട്ടുന്ന ഇതിലൊക്കെയുള്ള സക്കാത്ത് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇനി ചർച്ച ചെയ്യുന്നത്. മൻ ഇസ്തഖറജ നിസാബ ദഹബിൻ ഔ ഫില്ലത്തിൻ മിൻ മഅദിനിൻ ലസിമഹു റുബഉ ഉശ്രിഹി. ഗോൾഡിൻ്റെതോ സിൽവറിൻ്റെയോ ഖനിയിൽ നിന്ന് അതിനെ പുറത്തെടുത്തു കഴിഞ്ഞാൽ, ഖനനം ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമ്മൾ പറഞ്ഞ നിസാബ് എത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ സക്കാത്ത് നിർബന്ധമാകും. എത്രയാണ് കൊടുക്കേണ്ടത്? അതിൻ്റെ 10% 4/1 കൊടുക്കണം. 2.5% കൊടുക്കണം. അപ്പോൾ കുറച്ച് കുഴിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഒരു 10 ഗ്രാം കുഴിച്ചെടുത്ത് അതിൽ സക്കാത്ത് ഉണ്ടോ? അതില്ല. അത് ഗോൾഡ് ആണെങ്കിൽ അതിൻ്റെ കണക്കെത്തണം, വെള്ളിയാണ് അതിൻ്റെ കണക്കെത്തണം. ഗോൾഡിൻ്റെ കണക്ക് എത്ര നമ്മൾ പറഞ്ഞത്? അത് 20 മിസ്കാലാണ്. ഇത് 20 മിസ്കാൽ എത്തിയാലാണ് സക്കാത്ത് നിർബന്ധമാവുക. 20 മിസ്കാൽ എന്ന് പറയുമ്പോൾ അത് 85 ഗ്രാം. 85 ഗ്രാം എന്ന് പറയുമ്പോൾ 10 പവനും സംതിങ് ഉണ്ടാവും. ഓക്കെ, 10 പവനും 5 ഗ്രാമും ഉണ്ടാവും. അതാണ്, അത്രയും ഗോൾഡ് എത്തിയാലാണ് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാവുക. അപ്പോൾ ഒരാൾ ഒരു ഖനിയിൽ നിന്ന് 10 പവനും 8 ഗ്രാമും അല്ല 5 ഗ്രാമും അതിൽ കൂടുതലോ കുഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ എത്രയാണോ കുഴിച്ചെടുത്തത് ആ മൂല്യമുള്ളത് അതിൻ്റെ 2.5% സക്കാത്ത് കൊടുക്കണം. ലസിമഹു റുബഉ ഉശ്രിഹി. അതുപോലെ വെള്ളിയിൽ സക്കാത്ത് നിർബന്ധമാവുന്നത് 595 ഗ്രാം എത്തിക്കഴിഞ്ഞാലാണ്. 595 ഗ്രാം വെള്ളി എത്തുമ്പോഴാണ് വെള്ളിയിൽ സക്കാത്ത് നിർബന്ധമാവുക. അങ്ങനെ വരുമ്പോൾ ഒരാൾ അങ്ങനെ ഖനനം ചെയ്തെടുത്തു കഴിഞ്ഞാൽ, ഇതിലോ അതിലധികമോ ഖനനം ചെയ്തെടുത്തു കഴിഞ്ഞാൽ, 595 ഗ്രാമോ അതിലധികമോ ഖനനം ചെയ്തെടുത്തു കഴിഞ്ഞാൽ എത്രയാണോ ഉള്ളത് അതിൻ്റെ 2.5% സക്കാത്ത് കൊടുക്കണം എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതല്ലെങ്കിൽ ഇനി വേറെ സാധ്യത എന്ന് പറയുന്നത് പിന്നെ എന്തല്ല, നമ്മൾ ഇതിൽ നിന്ന് ഖനനം ചെയ്തെടുത്തതല്ല, ഖനനം ചെയ്തെടുത്തതല്ല, മറിച്ച് പഴയ കാലത്തുള്ള ഒരു നിധി ലഭിച്ചതാണ്. ജാഹിലിയ കാലത്തോ മറ്റോ ഉള്ള ഒരു നിധി ലഭിച്ചതാണ്. ഔമിൻ ഡിഖാസിൻ ജാഹിലിയിൻ എന്ന് പറഞ്ഞാൽ വളരെ കാലം മുന്നേ ഉള്ളത്, എന്ന് വെച്ചാൽ ഒരു 1400 1500 വർഷങ്ങൾക്കൊക്കെ മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബിഅ്സത്തിന് മുന്നേ ഉള്ള കാലത്ത് വരുന്ന, അന്നുണ്ടായിരുന്ന ആ ഒരു കാലത്തിന് മുന്നേ ഉണ്ടായിരുന്ന അത്രയും കാലപഴക്കം കണക്കാക്കപ്പെടുന്ന നിധിയിൽ നിന്നാണ് എങ്കിൽ ലസിമഹുൽ ഖുമുസു, അതിൻ്റെ 5/1 കൊടുക്കണം. 5/1 എന്ന് പറയുമ്പോൾ എത്രയാ? 5/1 എന്ന് പറയുമ്പോൾ എത്രയാ? 20% അല്ലേ? 20%. വയുസ്റഫാനി മസ്രിഫ സക്കാത്തി. ഇനി അപ്പോൾ ഈ ഖനിയിൽ നിന്ന് കിട്ടുന്നത്, റിക്കാസിൽ നിന്ന് കിട്ടുന്നതൊക്കെ അതൊക്കെ എങ്ങനെയാണ് കൊടുക്കേണ്ടത്? സക്കാത്തിന്റെ മസ്രിഫിൽ തന്നെ കൊടുക്കണം. എങ്ങനെയാണോ ഗോൾഡിന്റെ സക്കാത്ത് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ കൊടുക്കണം. പക്ഷേ
നിധിയിൽ നിന്ന് കിട്ടുന്നതിൽ കുറച്ച് കൂടുതൽ കൊടുക്കേണ്ടി വരും. അതിൻ്റെ 20% കൊടുക്കേണ്ടി വരും. ഓക്കെ. ഇനി വല ഇഷ്തറത്തു ഫീഹിമ അൽ ഹൗലു, ഇതിൽ രണ്ടിലും കുഴിച്ചെടുത്ത് അന്നേരം തന്നെ സക്കാത്ത് കൊടുത്തോളണം. ഒരു വർഷം ആവല കാത്ത് നിൽക്കുന്ന അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഒന്നുകൂടി, ഖനിയിൽ നിന്നോ നിധി കിട്ടിയതിൽ നിന്നോ ഈ പറഞ്ഞ കണക്കെത്തിയിട്ടുണ്ടെങ്കിൽ, സക്കാത്തിന്റെ നിർബന്ധമായ ഖദർ എത്തിയിട്ടുണ്ടെങ്കിൽ, എത്രയാണോ തൻ്റെ കയ്യിലുള്ളത് ഇങ്ങനെ കുഴിച്ചെടുത്തിട്ട് അതിൻ്റെ ഖനിയിൽ നിന്ന് കുഴിച്ചെടുത്തതാണെങ്കിൽ അതിൻ്റെ 1/4 മതി, 2.5% മതി. അതേസമയം കുഴിച്ചെടുത്തത് നിധിയാണെങ്കിൽ അതിൻ്റെ 20% സക്കാത്തായിട്ട് കൊടുക്കണം എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ക്ലിയർ അല്ലേ? അതുപോലെ ഒരു കാര്യം കൂടി എക്സ്ട്രാ പറഞ്ഞു. സാധാരണ സക്കാത്ത് നിർബന്ധമാണെങ്കിൽ ഒരു വർഷം നമ്മുടെ കയ്യിൽ കിടന്നാലാണ് സക്കാത്ത് നിർബന്ധമാകുക, അല്ലേ? അതേസമയത്ത് ഇതിലൊരു വർഷം പൂർത്തിയാവുന്നതിൽ നിർബന്ധമില്ല, ഒരു വർഷം പൂർത്തിയായിക്കോണമെന്നില്ല. വേറൊരു സാധനം ആഡ് ചെയ്യുന്നത്, ഇനിസ്തഖറജഹു മിൻ മവാത്തിൻ ഔ മിൽക്കിൻ അഹ്യാഹു വഇല്ല ഫലാ യംലിക്കുഹു ഫലാ സക്കാത്ത ഫീഹി അലൈഹി ഫീഹി. അതായത് ഇവനിക്ക് ഈ സക്കാത്ത്, ഈ നിധി കിട്ടുന്നതിനെ പറ്റിയിട്ട് പറയാനുള്ളത്, അത് ഇവന്റെ സ്വന്തം ഭൂമിയിൽ നിന്ന് കിട്ടിയതാണ്, അതല്ലെങ്കിൽ ഒരാളുടെയും ഉടമസ്ഥതയിലുള്ളതല്ലാത്ത പുറമ്പോക്കായി കിടക്കുന്ന ഭൂമിയിൽ നിന്ന് കിട്ടിയതാണ്. ഈ 2 ഘട്ടങ്ങളിലാണ് ഓനിക്ക് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാകുക. ഇതല്ലാത്ത വേറൊരാളെ ഭൂമിയിൽ, വേറൊരാളെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ നിന്ന് ഇവൻ പോയിട്ട് നിധി കുഴിച്ചെടുത്ത്, അപ്പൊ അവനിക്ക് അനുവദിക്കപ്പെടാത്തൊരു സാധനമാണ് അവൻ പോയിട്ട് എടുത്തത്, ഓൻ്റെതല്ലാത്ത സാധനമാണ് അവൻ എടുത്തത്. അപ്പൊ സക്കാത്ത് നിർബന്ധമാവില്ല, മാത്രമല്ല ആ നിധി തന്നെ അവനിക്ക് അനുവദിക്കപ്പെടൂല. മനസ്സിലായില്ലേ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിധിയും ഖനനൊക്കെ ബന്ധപ്പെട്ടിട്ട്? ഖനിയിൽ നിന്ന് കിട്ടുന്ന ഇതിന് കൊടുക്കുന്ന സക്കാത്തൊക്കെ. അപ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയം, ഒരു വർഷം പൂർത്തിയാവല് ഇതിലില്ല, ബാക്കിയുള്ള സക്കാത്ത് പോലെയല്ല ഇത്. ഇനി അടുത്തത് സക്കാത്തുൻ നബാത്തി, ചെടിയുടെ സക്കാത്തിനെ പറ്റിയിട്ടാണ് ചർച്ച. കൃഷി ചെയ്യുന്ന സാധനങ്ങളുടെയൊക്കെ സക്കാത്ത്. ഇന്നമാ തജിബു സക്കാത്തു ഫിൽ ഖൂത്തിൽ ഇഖ്തിയാരി മിനൽ ഹുബൂബി. സക്കാത്ത് നിർബന്ധാവുന്നത് ഈ നാട്ടിലുള്ള പ്രധാനപ്പെട്ട ധാന്യങ്ങളിലാണ് സക്കാത്ത് നിർബന്ധാവുക. ഇപ്പൊ നമ്മുടെ നാട്ടിൽ അരിയാണ് നാട്ടുകാർ യൂസ് ചെയ്യുന്നത്, അവരുടെ പ്രധാന ഭക്ഷണ ഇനം, ധാന്യമായിട്ട് അവർ ഉപയോഗിക്കുന്നത്, എങ്കിൽ അതിൽ സക്കാത്ത് നിർബന്ധമാകും. അതിൽ പ്രധാനം ഹുബൂബ് എന്ന് പറയുമ്പോൾ ധാന്യങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിൽ അരിയും ബാർലി, ഗോതമ്പ് ഇതൊക്കെ അതിൽ പെട്ട്. വഫിത്തമ്രി, അതുപോലെ തന്നെ ഈത്തപ്പഴത്തിൽ നിർബന്ധമാകും, ഉണക്ക ഈത്തപ്പഴത്തിൽ. വലൈനബി, അതുപോലെ തന്നെ മുന്തിരിയിലും സക്കാത്ത് നിർബന്ധമാകും. അപ്പോ നാട്ടിലെ പ്രധാനപ്പെട്ട ഇഖ്തിയാരിയായ ഭക്ഷണമായ ധാന്യങ്ങളിൽ നിർബന്ധമാകും, ഈത്തപ്പഴത്തിലും മുന്തിരിയിലും. 3 സാധനങ്ങൾ പറഞ്ഞു. അപ്പൊ ആദ്യം പറഞ്ഞത് ധാന്യങ്ങളാണ്, ഇപ്പം പറഞ്ഞത് മിനസിമാരി, പഴങ്ങളിൽ നിന്ന്. ഫ്രൂട്ട്സ് ആണ് ഇത് രണ്ടും, ഈത്തപ്പഴവും മുന്തിരിയും. ഇനി ഇതിൻ്റെയൊക്കെ നിസാബ് എത്ര എത്തിയാലാണ് സക്കാത്ത് കൊടുക്കേണ്ടി വരിക? ഇപ്പം നെല്ല് കുറെ കിട്ടിയിട്ടുണ്ട്, എത്രയിലാണ് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാവുക? നിസാബ് സലാസു മിഅത്തി സാഇൻ, 300 സാഴ് എത്തിക്കഴിഞ്ഞാലാണ് നിർബന്ധമാവുക, സക്കാത്ത് നിർബന്ധമാവുക. 300 സാഴ് എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര വരും? ഒരു സാഴ് എന്ന് പറയുന്നത് 4 മുദ്ദാണ്. അപ്പോൾ 4 മുദ്ദ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 2500 2800 ഗ്രാം കൂട്ടുക. ഏകദേശം 2800 ഗ്രാം കൂട്ടിക്കഴിഞ്ഞാൽ 2800 ഇൻറ്റു 300,
ഇൻറ്റു 300 എന്ന് പറയുമ്പോൾ 840 കിലോ. 840 കിലോ എന്ന് പറയുമ്പോൾ 8.5 കിൻഡൽ, ഏകദേശം 8.5 കിൻഡലാവുന്ന സമയത്താണ് സക്കാത്ത് നിർബന്ധമാവുക. ഏകദേശം കണക്ക് കേട്ടോ, കൃത്യമായിരിക്കില്ല, അത് ഓരോന്നിൻ്റെ നോക്കണം, വ്യത്യാസം ഉണ്ടാവും തൂക്കം. ഒരു 8-8.5 കിൻഡൽ വരുമ്പോഴാണ് സക്കാത്ത് നിർബന്ധമാവുന്നത് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഫിസ്സമരി, ഫ്രൂട്ട്സിന് സക്കാത്ത് നിർബന്ധമാവുന്ന ഫ്രൂട്ട്സ്, എല്ലാ ഫ്രൂട്ട്സിനും സക്കാത്ത് നിർബന്ധമാവും. പഴത്തിൽ സക്കാത്ത് ഉണ്ടോ? ബനാന ഇല്ല, ഈത്തപ്പഴത്തിലും മുന്തിരിയിലും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈത്തപ്പഴത്തിലും മുന്തിരിയിലും എന്താണ് പരിഗണിക്കേണ്ടത്? തമ്രൻ ഔ സബീബൻ ഇൻ തത്തമ്മറ ഔ തസബ്ബബ. അത് ഈത്തപ്പഴത്തിൽ കാരക്കയായിട്ട് പരിഗണിക്കണം, അത് ഉണങ്ങിയിട്ടാണ് ഉള്ളതെങ്കിൽ. എൻ്റെ കയ്യിലുള്ള ഈത്തപ്പഴങ്ങൾ അത് ഉണങ്ങിയതായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ അത് ഉണങ്ങിയതായിട്ടാണ് ഞാൻ എന്ത് ചെയ്യേണ്ടത്? സക്കാത്ത് അതിനെ കണക്ക് കൂട്ടേണ്ടത്. കാരണം ഈ ഉണങ്ങിയതും ഉണങ്ങാത്തതൊക്കെ തൂക്കുന്നതിൽ വ്യത്യാസം വരും, തൂക്കത്തിലും അളവിലൊക്കെ വ്യത്യാസം വരും. ഇപ്പോൾ ഈ കുരുമുളക്, ഇപ്പം നമ്മുടെ നാട്ടിൽ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ, അത് പറിച്ച പാട് നമ്മൾ തൂക്കി നോക്കുകയാണെങ്കിൽ നല്ല വെയിറ്റ് ഉണ്ടാവും. അതൊരു 4-5 ദിവസം ഉണക്കി കഴിഞ്ഞിട്ട് എടുത്ത് നോക്കിയാലോ വളരെ ചെറിയ വെയിറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ സക്കാത്ത് കൊടുക്കുന്ന വിഷയത്തിൽ എങ്ങനെയാണ് അളക്കേണ്ടത്, എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്ന് പറയുമ്പോൾ, അത് നിലവിൽ എങ്ങനെയാണോ ഉള്ളത്, പച്ചയായിട്ടാണോ ഇപ്പോൾ ഉള്ളത്, എന്നാൽ പച്ചയായിട്ട് സക്കാത്ത് കൊടുക്കണം. ഉണങ്ങിയിട്ടാണ് ഇപ്പോൾ ഉള്ളത്, ഉണങ്ങിയിട്ടാണ് സക്കാത്ത് കൊടുക്കുന്നതെങ്കിൽ ഉണങ്ങിയിട്ടുള്ള തൂക്കത്തിനനുസരിച്ച് അപ്പോൾ സക്കാത്ത് കൊടുക്കണം. മുന്തിരിയിലും അങ്ങനെ തന്നെ, ഈത്തപ്പഴത്തിലും അങ്ങനെ തന്നെ എന്ന്. ഇല്ല, ഇനി അങ്ങനെയല്ല, രണ്ടും ഉണങ്ങിയിട്ടല്ല പച്ചയായിട്ടുള്ളത്, എന്നുവെച്ചാൽ പഴുത്ത് പാകമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്, അത് ഉണങ്ങി മാറിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഫറുത്തബൻ വൈനബൻ, റുത്തബായിട്ടും ഇനബായിട്ടും കൊടുക്കണം. റുത്തബ് എന്ന് പറയുമ്പോൾ പഴുത്ത ഈത്തപ്പഴം, എന്നുവെച്ചാൽ ഇത് ഉണങ്ങിയിട്ടില്ല, അങ്ങനത്തത് പറിച്ച് നേരെ എടുത്തത്. വൈനബൻ എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ പറിച്ച് നേരെ എടുത്തിട്ടുള്ള മുന്തിരി. വഫിൽ ഹബ്ബി, ഹബ്ബ് എന്ന് പറഞ്ഞാൽ എന്താ? ധാന്യം. ധാന്യത്തിൽ പരിഗണിക്കുന്നത് മുനക്കൻ മിൻ തിബിരിൻ വ കിഷിറിൻ, അത് തിബിനിൽ നിന്നും കിഷിറിൽ നിന്നും ശുദ്ധീകരിച്ചതായിട്ടാണ് പരിഗണിക്കുക, സംസ്കരിച്ചതായിട്ടാണ് പരിഗണിക്കുക. എന്നുവെച്ചാൽ ഇപ്പോൾ നമ്മൾ നെല്ല് കൃഷി ചെയ്തെടുത്തു കഴിഞ്ഞാൽ അത് ആദ്യം നേരെ വെട്ടിയിട്ടെടുത്ത് കെട്ടാക്കി വെക്കുകയല്ല ചെയ്യുക. അപ്പം അതിൽ വൈക്കോലും ഉണ്ടാകും, അതുപോലെ തന്നെ അതിൻ്റെ നെല്ലിൻ്റെ പുറംതോടും ഉണ്ടാകും. അതിനെന്താ പറയാ? നെല്ലിൻ്റെ പുറത്തുള്ള സാധനത്തിന് ഒരയുള്ള സാധനമില്ലേ, എന്താ പറയാ നിങ്ങളവിടെ? ഉമി. ഓക്കെ. അപ്പോൾ ഈ ഉമിയും ഉണ്ട്, വൈക്കോലും ഉണ്ട്. ഇതെല്ലാം കൂടിയിട്ടാണ് തൂക്കി നോക്കേണ്ടത് ഈ 8.5 കിൻഡൽ എന്ന് പറഞ്ഞത്. അതല്ലെങ്കിൽ ഇത് രണ്ടും ഒഴിവാക്കിയിട്ട് വെറും പ്യുവർ നെല്ല് മാത്രമാണോ പരിഗണിക്കുക? വഫിൽ ഹബ്ബി മുനക്കൻ മിൻ തിബിരിൻ വ കിഷിറിൻ, അതെ, അത് പിന്നെ കുമിയിൽ നിന്നും അതുപോലെ വൈക്കോലിൽ നിന്നും വേർതിരിച്ചതാണ് പരിഗണിക്കുക. ഫഇൻ കാന ബി കിശ്രിൻ ലാ യുഅ്കലു മഅഹു ഗാലിബൻ, ഇനി ഇങ്ങനെയാണെങ്കിലും ശരി, വൈൻ കാന ബി കിശ്രിൻ, അതിനോടൊപ്പം തൊലിയുണ്ട്, ലാ യുഅ്കലു മഅഹു ഗാലിബൻ, അതിനോടൊപ്പം തിന്നുന്ന തൊലിയൊന്നല്ല. അങ്ങനെയാണെങ്കിലും എന്ത് തന്നെ വേണം? അതിൻ്റെ കണക്ക് കൂട്ടുന്നത് ഉമിയോട് കൂട്ടാതെയാണ്. ഉമിയും അതുപോലെ തന്നെ നമ്മളെന്താ പറഞ്ഞേ, വൈക്കോലും കൂടാതെയാണ് കണക്കാക്കേണ്ടത്. ഓക്കെ. അപ്പൊ എങ്ങനെയാണ് കണക്ക് കൂട്ടേണ്ടതെന്ന് പറഞ്ഞാൽ, വൈക്കോലും ഉമിയും ഒഴിവാക്കിയിട്ടുണ്ടാകുന്ന തൂക്കം എത്രയാണോ അതിനനുസരിച്ചിട്ടാണ് കൊടുക്കേണ്ടത്.
എങ്ങനെ എങ്ങനെ മനസ്സിലായില്ല? അതെ, ധാന്യത്തില് 300 സ്വാ ആണ് പരിഗണിക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞത് ഇപ്പോ ഈ ധാന്യങ്ങൾ പല രൂപത്തിലുണ്ടാവും. ഇപ്പൊ നെല്ല് അതിലൊരു ഉദാഹരണം മാത്രമാണ്. അതേ സമയത്ത് ഈ ചോളം പോലത്തെ സാധനങ്ങള് അതിങ്ങനെ അതിന്റെ മേലിൽ ഇങ്ങനെ നെല്ലിന്റെ പോലെയുള്ള ഉമി പറ്റി പിടിക്കുന്ന സാധനമല്ലല്ലോ. പിന്നെ തൊലി നേരെ ഊരിക്കഴിഞ്ഞാൽ നേരെ കിട്ടും സാധനം. പക്ഷെ നെല്ലങ്ങനെയല്ല, നെല്ലങ്ങനെ പെട്ട സിമ്പിളായിട്ട് ഊരിയെടുക്കാൻ കഴിയില്ല. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് ധാന്യങ്ങളിൽ പരിഗണിക്കുമ്പോൾ അത് ഉമിയിൽ നിന്നും വൈക്കോലിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളതാണ് കൂട്ടേണ്ടത്. അങ്ങനെ ആവുമ്പോഴാണ് എത്ര പറഞ്ഞത്? 300 സ്വാ എന്ന് പറഞ്ഞത്. ഇനി ഒരു സ്വാ 4 മുദ്ദ് ഏകദേശം 2,800 ആ ഒരു റേറ്റിലുണ്ടാവും. 850 ഗ്രാമിന്റെ അടുത്താണ് ഒരു മുദ്ദ് വരുന്നത്. ഇനി പറയുന്നത് വൈൻകാന ബി കിഷിരിൻ ലാ യുക്കലു മഅഹു. ഇനി ഒരു തോലോട് കൂടെയുള്ള, അവിടുന്ന് അങ്ങോട്ട് വേറെ പറയാണ്. വൈൻകാന ബി കിഷിരിൻ ലാ യുക്കലു മഅഹു ഗാലിബൻ. ഇനി ഈ ധാന്യത്തിനോടൊപ്പം ഒരു തൊലിയുണ്ട്, എന്നുവെച്ചാൽ ഉമിയുണ്ട്. ഉദാഹരണത്തിന് കല്ലറുസി, അരി പോലെ അരിന്റെ ഒപ്പം അതിന്റെ ഉമി പുറത്തുണ്ടാവില്ല തോലായിട്ട്. അതുപോലെ തന്നെ വേറെ സാധനമാണ് വൽ അലസി. അതൊരു തരം ബാർലിയാണ്, ഒരു തരം ബാർലിയാണത്, അലസ്. ഫസിത്തുമിയത്ത് സായിൻ. അങ്ങനെ ആകുമ്പോൾ നേരെ ഡബിൾ ആവും. 300 സ്വാ എത്തിയാൽ മാത്രം, 600 സ്വാ എത്തിയാൽ മാത്രമേ എന്ത് കൊടുക്കണ്ടു? അവിടെ സക്കാത്ത് കൊടുക്കേണ്ടി വരുള്ളൂ. എങ്ങനെ? നമ്മൾ നേരത്തെ പറഞ്ഞത് തോലോട് കൂടെയല്ലാതെ തൊലിയിൽ നിന്ന് പൂർണ്ണമായി വേർതിരിച്ചിട്ടുള്ള പ്യുവർ നെല്ല്, അങ്ങനെയുള്ള, അല്ലെങ്കിൽ പാർലി പോലെയുള്ള സാധനങ്ങൾ, ചോളം പോലെയുള്ള സാധനങ്ങൾ, ചോളം അതൊക്കെ പൂർണ്ണമായി എന്താ പറയാ വേർതിരിച്ചിട്ടുള്ള സാധനമായിട്ടാണ് വരുന്നത്. അങ്ങനെ ആവുമ്പോൾ അതിൽ 300 സ്വാ എത്തിക്കഴിഞ്ഞാലാണ് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാവുക. അതേസമയം അരി പോലത്തതാകുമ്പോൾ അതില് വൈക്കോല് മാറ്റിയിട്ട് അതിന്റെ അരിന്റെ ആ ഒരു നെല്ലായിട്ടാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ അതിൽ സക്കാത്ത് നിർബന്ധമാവുന്നത് 600 സ്വാഴ് എത്തിയാലാണ്. എന്ന് പറഞ്ഞാൽ 1600 കിൻഡല്, 1600 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 16 കിൻഡൽ ഒക്കെ എത്തുമ്പോൾ എന്താ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ? സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ എന്നർത്ഥം. വൽ വാജിബു ഫിഹൽ ഉശ്റു. ഇതിൽ സക്കാത്ത് കൊടുക്കൽ എത്രയാണ് നിർബന്ധമാവുക? 10-1 സക്കാത്ത് കൊടുക്കണം. അപ്പം 16 കിൻഡൽ അരിയാണ് എൻ്റെ കയ്യിലുള്ളത്, 16 കിൻഡലാണ് ഉള്ളത് കൂട്ടാ. അതിനോടൊപ്പം നെല്ലായിട്ടാണ് എൻ്റെ കയ്യിലുള്ളത് 16 കിൻഡൽ എങ്കിൽ ആ 16 കിൻഡലില് അതിൻ്റെ 1 കിൻഡല് 60 കിലോഗ്രാം സക്കാത്തായിട്ട് കൊടുക്കേണ്ടി വരും. 1 കിൻഡല് 60 കിലോഗ്രാം സക്കാത്തായി കൊടുക്കണം. 10-1 സക്കാത്തായി കൊടുക്കണം. അതെപ്പോഴാണ്? ഇൻ സുക്കിയ ബിലാ മുഅ്നത്തിൻ. ആ കൃഷിക്ക് ജലസേചനത്തിന് പ്രത്യേകിച്ച് എക്സ്പെൻസ് ഒന്നും ഇല്ലെങ്കിൽ, ജലസേചനത്തിന് എക്സ്പെൻസ് ആവശ്യമായിട്ട് വന്നിട്ടില്ല, അങ്ങനത്തെ കൃഷിയാണ്, മഴക്കാലത്ത് കൃഷി ചെയ്യുന്നതാണ്, ഇപ്പോൾ ഇത് നടേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെ ജലം നനക്കാൻ വേണ്ടിയിട്ടുള്ള ചെലവില്ലാത്തതാണെങ്കിൽ 10-1 കൊടുക്കണം. ഇല്ല, അങ്ങനെയല്ല, ഇത് ജലസേചനം നടത്താൻ നല്ലൊരു ചെലവ് വന്നിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ഫനിസ്ഫുൽ ഉശ്രി. അപ്പോൾ 10% കൊടുക്കണ്ട, അതിന്റെ 5% കൊടുത്താൽ മതി. വല വഖ്സഫി സക്കാത്തിൻ നബാത്തി. നബാത്തിന്റെ സക്കാത്തില്, കൃഷിയുടെ സക്കാത്തില് അതിൽ
വക്കസ് ഇല്ല. വക്കസ് എന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. വക്കസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് 1600 കിൻഡലാണ് സക്കാത്തിന്റെ കതിർ എന്ന് കൂട്ടുക. ഇപ്പൊ നെല്ലില് ആ നിസാബ് എത്തിയാലാണ് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാവും. എൻ്റെ അടുത്ത് ഇപ്പൊ 2000 കിലോഗ്രാം നെല്ലുണ്ടെന്ന് കൂട്ടാ. അപ്പൊ ഞാൻ 1600 കൊടുത്താൽ മതിയോ? അല്ലെ 2000-ന്റെ 2.5% എത്ര 10% കൊടുക്കണോ? നനക്കാതെയാണ് കൃഷി ചെയ്തതെങ്കിൽ. നനച്ചിട്ടാണെങ്കിൽ 2000-ന്റെ 5% കൊടുക്കണോ? ഉത്തരം എത്രയാണോ ഉള്ളത്, എത്രയാണോ നമ്മുടെ കയ്യിലുള്ളത്, അത് നിസാബിനേക്കാൾ കൂടിയത് എത്രയാണോ ഉള്ളത്, എത്രയാണെങ്കിലും അതിന്റെ പറയപ്പെട്ട കണക്ക് പ്രകാരം സക്കാത്ത് കൊടുക്കണം. അതേ സമയത്ത് കുറച്ച് കഴിഞ്ഞാൽ വരുന്നുണ്ട് ചില മൃഗങ്ങളിലൊക്കെ ഉള്ള സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ 40 എണ്ണം ഉണ്ടെങ്കിൽ ഒരു സക്കാത്ത് ഒരു അതത് സക്കാത്ത് കൊടുക്കേണ്ടി വരും. പിന്നെ അതിന് വലിയൊരു എണ്ണം കഴിഞ്ഞാൽ ഇനി അതിന്റെ ഇടയിൽ വരുന്ന എത്ര എണ്ണമാണ് നമ്മളെ കയ്യിലുള്ള അതിനൊന്നും സക്കാത്ത് ഉണ്ടാവില്ല. 40 മുതൽ 60 വരെ ഒരേ കാറ്റഗറി. അങ്ങനെ ഒരു ഉദാഹരണത്തിന് അങ്ങനെയാണ് വരിക. കൂടുന്നതിനനുസരിച്ചിട്ട് അടുത്തൊരു ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞാലേ സക്കാത്ത് പിന്നെ കൂടുള്ളൂ. ആ സിസ്റ്റം ഏതിലില്ല? സക്കാത്തു നബാത്തിൽ ഇല്ല എന്നാണ് നമ്മളിപ്പോ പറഞ്ഞത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാവും? സക്കാത്തിന്റെ പേജ് നമ്പർ ഇതിൽ കാണുന്നില്ലല്ലോ. ഇതില് PDF-ല് 185-ാമത്തെ പേജ്. അതെന്താ വിഷയം എന്ന് പറഞ്ഞാല് ക്ലാസ്സിൽ നിന്ന് കുറച്ച് ആൾക്കാർ അഭിപ്രായപ്പെട്ടത് നമുക്ക് ഇപ്പൊ സക്കാത്തിന്റെ ബാബ് ഓതിക്കൂടെ, റമദാനിലായോണ്ട് അതിന് കൊടുക്കേണ്ട രീതിയും കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. അങ്ങനെയാണ് നമ്മൾ സക്കാത്തേക്ക് മാറിയത്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇത് പെട്ടെന്ന് തീരും. കഴിഞ്ഞിട്ട് നമ്മൾ പഴയതിലേക്ക് തന്നെ പോകും. ഇനി ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീമാ സഖത്തി സമാഉ വൽ ഉയൂനു ഔ കാന അസ്രിയൻ അൽ ഉശ്റു വഫീമാ സുഖിയ ബിൻ നളഹി നിസ്ഫുൽ ഉശ്രി റവാഹുൽ ബുഖാരി. ഇമാം ബുഖാരി റഹിമഹുല്ലാ നിവേദനം ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫീമാ സഖത്തി സമാഉ വൽ ഉയൂനു, ആകാശം ജലസേചനം നടത്തുന്നതിൽ, അതുപോലെ അരുവികൾ ജലസേചനം നടത്തുന്നതിൽ, ഔകാന അസ്രിയൻ അതല്ലെങ്കിൽ ഈ വെള്ളപ്പാച്ചിൽ കൊണ്ട് ജലസേചനം നടക്കുന്നതാണെങ്കിൽ, വെള്ളം ഇങ്ങനെ ഒലിച്ചു വരുന്ന കാരണം കൊണ്ട് ജലസേചനം നടക്കുന്നുണ്ട്, അതിനാണ് ആസ്രി എന്ന് പറയാം. അങ്ങനെയുള്ളതിൽ സക്കാത്ത് എത്രയാണ് നിർബന്ധമാവുന്നത്? അൽ ഉശ്റു, 10-1 സക്കാത്ത് നിർബന്ധമാവുക. എന്ന് വെച്ചാൽ 10-1 എന്ന് പറയുമ്പോൾ 10%. വഫീമാ സുഖിയ ബിൻ നളഹി, നനച്ച് വളരുന്നത് എന്ന് വെച്ചാൽ ജലസേചനത്തിന്റെ ചെലവ് വരുന്നതിൽ, അങ്ങനെയുള്ള കൃഷികളിൽ നിർബന്ധമാവുന്ന ഖദർ എന്ന് പറയുന്നത് നിസ്ഫുൽ ഉശ്രി, 10-1 പകുതിയാണ്. 10-1 പകുതി എന്ന് പറയുമ്പോൾ 5%. അത് പ്രകാരമാണ് നമ്മളിപ്പോ പറഞ്ഞ കണക്ക് വരുന്നത് എന്ന് റവാഹുൽ ബുഖാരി. വസ്സർആനി, ഇനി പറയുന്നതെന്ന് വെച്ചാൽ ഒരാൾക്ക് 2 കൃഷിയുണ്ട്. ഒരാള് നെല്ല് നട്ടിട്ടുണ്ട്. അത് ആദ്യം ഒരു നെല്ല് ഒരു ബാച്ച് നട്ട്, അതൊരു മാസം നട്ടത്. വേറൊരു മാസമാണ്, പിന്നെ തൊട്ടടുത്ത മാസമാണ് വേറൊരു ബാച്ച് നെല്ല് നട്ടത്. അങ്ങനെ 2 സെറണ്ട് എന്ന് കൂട്ടാ. 2 കൃഷിയുണ്ട് ഒരാൾക്ക്. യുളമ്മാനി, അത് രണ്ടും ഒന്നായിട്ട് പരിഗണിക്കണം. ലിതക്മീലിൻ നിസാബി, നിസാബ് എത്താൻ വേണ്ടിയിട്ട്. നിസാബ് എത്തുന്ന കൂട്ടത്തില് അപ്പോ ഇത് രണ്ടും കൂടിയിട്ട് നിസാബ് എത്തിയിട്ടുണ്ടോന്ന് ആണ് നോക്കുക. പക്ഷെ അത് എത്തിണ്ട കൊടുക്കണം, എത്തിയാണുള്ളത്, ഇല്ലെങ്കിൽ കൊടുക്കണ്ട. ഇൻ വക ഹസാദുഹുമാ ഫി ആമിൻ, അപ്പോ 2 കൃഷിയെ 2 മാസം അല്ലെ 2 വ്യത്യസ്ത സമയങ്ങളിൽ നടത്തിയ കൃഷിയെ
ഒന്നായിട്ട് പരിഗണിക്കും എന്ന് പറഞ്ഞത് അത് ഒരേ വർഷം അതിൻ്റെ വിളവെടുപ്പ് നടന്നാലാണ്. ഇൻ വക്ക ഹസാദുഹുമാ ഫി ആമിൻ, രണ്ട് കൃഷിയുടെയും വിളവെടുപ്പ് ഒരേ വർഷം നടന്നാലാണ് അങ്ങനെ ഒന്നായിട്ട് പരിഗണിക്കേണ്ടത്. വലാ യുളമ്മു ജിൻസുൻ ഇല ആഖറ, ഒരു ജിൻസ് വേറൊരു ജിൻസിലേക്ക് ചേർക്കപ്പെടൂല. ബൽ നൗഉൻ ഇല ആഖറ, അതേസമയത്ത് ഒരു നൗഉ വേറെ നൗഇലേക്ക് ചേർക്കപ്പെടും. എന്ന് പറഞ്ഞാൽ ഇപ്പോ നെല്ല് അതൊരു കാറ്റഗറിയാണ്. നെല്ല് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്. നിങ്ങളിവിടെ ഇല്ലേ? ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ ഓക്കെ. നെല്ല് എന്ന് പറയുന്നത് ഒരു കാറ്റഗറിയാണ്. അതുപോലെ മറ്റൊരു കാറ്റഗറിയാണ് ഗോതമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് നെൽകൃഷിയുണ്ട്, ഗോതമ്പ് കൃഷിയുണ്ട്. അപ്പം എങ്ങനെയാണ് സക്കാത്തിൻ്റെ നിസാബ്? ഓരോന്ന് നോക്കുകയാണെങ്കിൽ നെല്ല് മാത്രം നോക്കുകയാണെങ്കിൽ അതിൽ സക്കാത്തിൻ്റെ കതറില്ല. ഗോതമ്പ് മാത്രം നോക്കുകയാണെങ്കിൽ സക്കാത്തിൻ്റെ കതറില്ല. അപ്പോൾ ചോദ്യം, ഇത് രണ്ടും കൂടിയും കൂട്ടിയിട്ട് സക്കാത്തിൻ്റെ നിസാബ് എത്തിയാൽ സക്കാത്ത് കൊടുക്കണോന്ന്? ഉത്തരം കൊടുക്കണ്ട. കാരണം സക്കാത്ത് ഇത് രണ്ട് കാറ്റഗറിയാണ്. നെല്ല് എന്നുള്ളൊരു കാറ്റഗറിയാണ്, ഗോതമ്പ് എന്നുള്ള വേറൊരു കാറ്റഗറിയാണ്. രണ്ട് ജിൻസാണ് എന്നർത്ഥം. അപ്പോൾ രണ്ട് ജിൻസായി വരുന്ന സമയത്ത് രണ്ടും കൂടിയും കൂട്ടിയിട്ട് നോക്കേണ്ട ആവശ്യമില്ല. ഒന്ന് മാത്രമേ നോക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പം അത് സ്വന്തം ഉണ്ടോ, നിസാബ് ഉണ്ടോ എങ്കിൽ കൊടുക്കണം. സ്വന്തമായിട്ട് നിസാബില്ലേ എങ്കിൽ കൊടുക്കണ്ട എന്നാണ് നമ്മൾ പറഞ്ഞത്. അതേ സമയത്ത് ഞാൻ നെൽകൃഷി നടത്തുന്നുണ്ട്. അതിൽ നെൽകൃഷിയിൽ പല മോഡൽ അരികളും ഞാൻ നടുന്നുണ്ട്. ഉദാഹരണത്തിന് മട്ട അരി ഉണ്ട് എൻ്റെ അടുത്ത്, അതുപോലെ തന്നെ പൊന്നി അരിയുടെയും ഉണ്ട്, അതുപോലെ ബിരിയാണി അരി ഉണ്ട്. ഇങ്ങനെ വ്യത്യസ്ത ബാച്ചുകളായിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, അരി നടുന്നത്, നെല്ല് നടുന്നത്. ഇതിൽ പല ടൈപ്പ് അരികളുണ്ടെങ്കിലും അതെല്ലാം ഒന്നായിട്ടാണ് പരിഗണിക്കുക. അപ്പം എല്ലാം കൂടി എന്തുണ്ടായാൽ മതി, സക്കാത്തിൻ്റെ നിസാബ് എത്തിയാൽ മതി. എനിക്ക് മനസ്സിലായോ? ഒരു കാറ്റഗറിയിലുള്ള സബ് കാറ്റഗറീസ് ആയിട്ട് വരുന്ന വ്യത്യസ്ത ഇനം അരികൾ, വ്യത്യസ്ത ഇനം ഗോതമ്പുകൾ, അതെല്ലാം ഒന്നായിട്ടാണ് പരിഗണിക്കുക. സക്കാത്തിൻ്റെ കദർ എത്രയാണ് ഉള്ളത് അതിനനുസരിച്ച് കൊടുക്കണം. അപ്പോൾ ബിരിയാണി അരിയും മട്ട അരിയും കൂട്ടിയിട്ടാണ് എന്ത് വരുന്നത്, സക്കാത്തിൻ്റെ കദർ എത്തുന്നത്. അതിൻ്റെ നെല്ല് കൂട്ടിയിട്ടാണ് സക്കാത്തിൻ്റെ കദർ എത്തുന്നതെങ്കിൽ മൊത്തത്തിലാണ് കൊടുക്കേണ്ടത്. മൊത്തത്തിൽ എത്ര ഉണ്ട് നോക്കിയിട്ടാണ് കൊടുക്കേണ്ടത് എന്നർത്ഥം. ഇനി വലാ യുളമ്മു ജിൻസുൻ ഇലാഖറ ബൽ നൗഉൻ ഇലാഖറ, അതാണ് ഇപ്പം നമ്മൾ വിശദീകരിച്ചത്. ഇനി പറയുന്നത് എപ്പോഴാണ് ഇത് കൊടുക്കൽ നിർബന്ധമാവുക? കൃഷിയിൽ എപ്പോഴാണ് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാവുക? അപ്പോൾ വഖത്തുൽ വുജൂബി, കൊടുക്കൽ നിർബന്ധമാവുക ഫിസ്സമരി, ഫ്രൂട്ട്സിൽ ഏതിലൊക്കെ നമ്മൾ സക്കാത്ത് നിർബന്ധമാവുന്ന പറഞ്ഞേ? ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ മുന്തിരിയിലും ഈത്തപ്പഴത്തിലാണ് സക്കാത്ത് നിർബന്ധമാവുന്ന ഫ്രൂട്ട്സ്. അതിൽ സക്കാത്ത് നിർബന്ധമാവുന്ന സമയം എന്ന് പറയുന്നത് ഇതാ ബദാ സ്വലാഹുഹു, അത് അതിൻ്റെ പാകമാകുന്ന സമയത്താണ്. പഴുത്ത് പാകമാവുക എന്നൊക്കെ പറയില്ല, അതുപോലെ പാകമാവുന്ന സമയത്താണ് അതിൻ്റെ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാവുന്നത്. വഫിൽ ഹബ്ബി, അതുപോലെ ധാന്യത്തിൽ സക്കാത്ത് എപ്പോഴാണ് നിർബന്ധമാവുക? അരി, ഗോതമ്പ്, ബാർലി പോലത്തെ സാധനങ്ങളിൽ. വഫിൽ ഹബ്ബി ഇദാ തമ്മഷ്തിദാദുഹു, അത് കട്ടിയായി വരുന്ന സമയത്താണ്, ഉറപ്പ് വന്നതിന് ശേഷമാണ്. നെൽകൃഷിയൊക്കെ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. നെല്ല് ആദ്യ സമയങ്ങളിൽ എടുത്ത് വായിലിങ്ങനെ കടിച്ചു നോക്കിയാൽ ഒരു മധുരം ഉണ്ടാവുക. ഒരല്പം കൂടി വലുതായി കഴിഞ്ഞാൽ അത് കടിച്ചു നോക്കിയാൽ നമ്മൾ ഈ ദോശക്കൊക്കെ മാവ് വെച്ച പോലത്തെ ഒരു എന്താ പറയാ, ഒരു ഓയിൽമെന്റ് പോലത്തെ ഒരു സാധനമായിട്ട് വരിക. അത് പിന്നെ കടിച്ചു കഴിഞ്ഞാൽ ശരിക്ക് അതിനുള്ളിൽ നെല്ലായിട്ടുണ്ടാവും. ഇത് വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെയാണ് കടന്നു വരിക. അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത്? ശരിയല്ലേ?
ഉം. അതെ അതെ. അപ്പോൾ നെല്ലിൽ സക്കാത്ത് നിർബന്ധമാവുന്ന സമയം തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ അത് വിളഞ്ഞതിന് ശേഷമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒന്നിങ്ങനെ സങ്കല്പിക്കുക, നെൽകൃഷി നട്ട് അതിൽ കതിരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ കതിരിനൊന്നും ഉറപ്പ് വന്നിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ ഒരു മതിർക്കുന്ന അല്ലെങ്കിൽ ഉറപ്പ് വരാത്തൊരു ഘട്ടത്തിലാണ് ഉള്ളത്. പെട്ടെന്നാണ് ഒരു വെള്ളപ്പൊക്കം വരുന്നത്. നെല്ലൊക്കെ മുഴുവനും ഒലിച്ചുപോയി. നെല്ല് അങ്ങനെ ഒലിച്ചു പോകില്ല കേട്ടോ അധികം. അത് നമുക്ക് മനസ്സിലാകാം. എൻ്റെ വീടിൻ്റെ നേരെ മുന്നിൽ നെല്ല് നടുന്ന വയലുകളുണ്ട്. അവിടുന്നൊക്കെ അറിയാം. വെള്ളം കയറി താഴെ ഇറങ്ങിക്കഴിഞ്ഞാലും ചിലപ്പോൾ നെല്ലടിയിൽ തന്നെ ഉണ്ടാവും. നെല്ലവിടെ ഉറച്ച് നിൽക്കും കുറേയൊക്കെ. അപ്പോൾ ഇൻ കേസ് അങ്ങനെ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ എന്ത് ചെയ്തു, വന്യമൃഗങ്ങളൊക്കെ വന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോയി എന്ന് കൂട്ടുക. അപ്പൊ ആ ഘട്ടത്തിൽ സക്കാത്ത് നിർബന്ധമാവില്ല. കാരണം എന്താ, അത് പിന്നെ സക്കാത്തിന് നിർബന്ധമാകുന്ന സമയം തന്നെ തുടങ്ങിയിട്ടില്ല. അപ്പോ വിളഞ്ഞാലാണ് സക്കാത്ത് നിർബന്ധമാകുന്ന സമയം ആരംഭിക്കുക. ഇനിയൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോ ആ ഇല്ല, വിളവെടുത്തോളണമെന്നില്ല. വിളഞ്ഞതിന് ശേഷമാണ്. വിളഞ്ഞു തുടങ്ങിയാൽ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായി. ഏതുപോലെ ഇപ്പം എൻ്റെ അടുത്ത് ഗോൾഡ് ഇത്ര കണക്ക് ഉണ്ട് എന്നാണ് കണക്ക്. അപ്പൊ അതിലൊരു വർഷം പൂർത്തിയായാൽ അപ്പൊ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായി. ഞാൻ പിന്നെ എപ്പോ കൊടുക്കുന്നത് അപ്പല്ല. എന്നതുപോലെ എപ്പോഴാണോ ഈ കൃഷി വിളഞ്ഞ് പാകമാവുന്നത് അപ്പൊ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാവുന്ന സമയം ആരംഭിക്കും. അപ്പൊ പിന്നെ വേഗം കൊടുത്തോളണം, അധികം വൈകിക്കാൻ വെക്കരുത്. അതെ, അളവ് കണക്കാക്കണമെങ്കിൽ വിളവെടുക്കണം. പക്ഷെങ്കിൽ നമുക്കൊരു ഏകദേശം ഐഡിയ കിട്ടൂലേ ഇത് സക്കാത്തിന് നിസാബായ കതിറുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഒന്ന്. പിന്നൊന്ന് എന്ന് പറയുന്നത്, ഈ ഇത് സക്കാത്ത് അളവ് നിർബന്ധമായി എന്ന് പറഞ്ഞാൽ അത് വിളവെടുക്കുന്നത് വരെ അതിനിടയിൽ കൊടുത്തില്ല എന്നുള്ളതുകൊണ്ട് കുറ്റക്കാരനാവും, അങ്ങനെയില്ല. ഇത് നിസ്കാരം നിർബന്ധമാകുന്ന പോലത്തെ സാധനമല്ല. നിസ്കാരം എന്ന് പറഞ്ഞാൽ 100 ബാങ്ക് കൊടുത്ത അസുർ കൊടുക്കുന്നതിന് മുന്നേ നിസ്കരിച്ചോളണം. ഇതങ്ങനെയല്ല. ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം ആ സമയം മുതൽ നിർബന്ധമായി തുടങ്ങി. ഇപ്പം കഴിവുള്ളവൻ ഹജ്ജ് ചെയ്യാന്ന് പറയല്ലോ. അതിനെ സംബന്ധിച്ചിടത്ത് നമ്മൾ എന്താ പറയാ, അത് മുവസ്സായ വാജിബ് എന്നാണ് അതിന് പറയുക ഉസൂലില്. വാജിബ് മുവസ്സ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് കതിറുള്ളത് അത് മുതൽ മരിക്കുന്നതിൻ്റെ ഇടയിൽ എപ്പോൾ ചെയ്താലും മതി. അല്ലാതെ ചെയ്തില്ല എന്നുള്ളതുകൊണ്ട്, വൈകി എന്നുള്ളത് കൊണ്ട് കുറ്റമൊന്നും കിട്ടൂല. എന്നതുപോലെ ഇത് നിർബന്ധമാകുന്ന സമയം എന്ന് പറയുന്നത് അത് ഇത് വിളയുന്ന സമയത്താണ്. അതേസമയത്ത് സക്കാത്ത് കൊടുക്കേണ്ടത് അപ്പൊ അതിന് ശേഷം എപ്പോൾ വേണമെങ്കിലും കൊടുക്കാം. അപ്പൊ പിന്നെ ചോദ്യം, ഇതിന്റെ കണക്ക് എത്ര ഉണ്ട് എന്ന് ഇപ്പൊ നമുക്ക് തിരിയണ്ടേ, ഇപ്പൊ സക്കാത്ത് ആയിട്ടുണ്ടോ ഇല്ലോ എന്നുള്ളത്. ഓക്കെ, നിങ്ങൾ എടുത്ത് എന്ത് ചെയ്യുക, അളന്ന് നോക്കുക. അളന്ന് നോക്കുന്ന സമയത്ത് സക്കാത്ത് ഉണ്ടെങ്കിൽ അപ്പൊ കൊടുത്താൽ മതി. പക്ഷെ കൊടുക്കൽ നിർബന്ധമാകുന്ന സമയം എപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്, അത് ഇത് വിളഞ്ഞത് മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നർത്ഥം. ക്ലിയർ അല്ലേ? ഇനി പറയുന്നത്, ഈ നെല്ല് എന്ന് പറയുന്നത് നട്ട് കഴിഞ്ഞാൽ അത് വളഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പണി തീരൂല. നിങ്ങൾ പറഞ്ഞ പോലെ അത് വിളവെടുക്കാനുണ്ട്, കൊയ്തെടുക്കാനുണ്ട്. അതിനുശേഷം പിന്നെ അതിന്റെ ഈ വൈക്കോലിൽ നിന്ന് ആദ്യം വേർതിരിക്കണം. അതിനുശേഷം പിന്നെ ഉമിയിൽ നിന്ന് ഇതിനെ വേർതിരിക്കണം, നെല്ലിനെ. ഇങ്ങനെ വ്യത്യസ്തമായ ഘട്ടങ്ങളുണ്ടല്ലോ. ഈ സക്കാത്തിന്റെ മാല് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ പറഞ്ഞല്ലോ, ഇപ്പൊ 160 കിലോഗ്രാം വരും. ഇപ്പൊ ഒരു 160 വരുന്നതെങ്കിൽ, ഏയ് സ്വയം നനക്കൊന്നും ചെയ്യാതെ ഇവര് ജംഷീർക്കില്ലേ ക്ലാസ്സിൽ, കേൾക്കുന്നില്ലേ? ഇവിടെ ഇല്ലേ? നമ്മൾ പറയുന്നത് പിന്നെ നനക്കാതെ തന്നെ വളർന്നു വരുന്ന കൃഷിയാണെങ്കിൽ അത് തന്നെ അതിന്റെ തോലോടുകൂടെയുള്ള നെല്ലായിട്ടാണ് ഇപ്പോൾ ഉള്ളതെന്ന് കൂട്ടുക. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അതിന്റെ
10% സക്കാത്ത് കൊടുക്കേണ്ടി വരും നമ്മൾ പറഞ്ഞത്. അതിന്റെ നിസാബ് എത്തുക 600 സാ ആവുമ്പോഴാണെന്നും പറഞ്ഞു. ഏകദേശം കണക്കാക്കിയാൽ 16 കിൻഡൽ. ആ 16 കിൻഡലിന്റെ 16 കിൻഡലിൽ 1 കിൻഡൽ 60 കിലോഗ്രാം ശരിക്കും എന്താ വരുന്നത് ഏകദേശം? അത് സക്കാത്തിന്റെ മുതലാണ്. അപ്പൊ ആ സക്കാത്തിന്റെ മുതല് കൊയ്തെടുക്കുന്നതിന്റെയും അതുപോലെ തന്നെ അതിന്റെ നെല്ലായി വേർതിരിക്കുന്നതിന്റെ ഒക്കെ ചെലവ് അത് ഇവൻ തന്നെ എടുത്തോളണമെന്നുണ്ടോ? അല്ലെങ്കിൽ അതിന്റെ പൈസ സക്കാത്ത് കൊടുക്കുന്നതിൽ നിന്ന് തന്നെ എടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ സക്കാത്ത് ആർക്കാണോ കൊടുക്കുന്നത് ഓന്റെ അടുത്തുനിന്ന് ആ വിളവെടുത്തതിന്റെ അതുപോലെ തന്നെ ഇത് നെല്ലിനെ അരിയാക്കി മാറ്റിയതിന്റെ ഒക്കെ പൈസ വാങ്ങാൻ പറ്റുമോ എന്നതിന്റെ മറുപടി നഹ്വിൽ ഹസാദി വിളവെടുക്കല് അതിന്റെ ചെലവ്, വിളവെടുക്കുന്നത് പോലത്തതിന്റെ ചെലവ്. ദിയാസത്തി അതുപോലെ തന്നെ ദിയാസത്ത് എന്ന് പറഞ്ഞാല് പണ്ട് കാലങ്ങളിൽ അടുത്ത കാലങ്ങളിൽ വരെയൊക്കെ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ എനിക്ക് കണ്ടതായിട്ട് ഓർമ്മയുണ്ട്. നമ്മളെ ഈ നെല്ല് വേർതിരിക്കുന്നത് മെഷീൻ വരുന്നതിന് മുന്നേ വലിയ വയലിൽ മുറ്റത്ത് ഒന്നായിട്ട് ക്ലിയർ ആക്കി വെച്ചിട്ട് അതിന്റെ മുകളിൽ കൂടി പോത്തിനെ കൊണ്ട് ഓടിച്ചിട്ടാണ് അതിന്റെ നെല്ല് വേർതിരിക്കുന്നത് കണ്ടിട്ടുള്ളത്. നിങ്ങളെങ്ങനെ കണ്ടിട്ടുണ്ടാവല്ലോ? കണ്ടിട്ടില്ലേ? അതിനെന്താ പറയാ? ചവിട്ടിക്കാന്ന് എന്താ പറയാ നിങ്ങളവിടെ? മെതിക്കുക എന്ന് പറയും. മെതിക്കുക. അപ്പൊ ഈ മെതിച്ചെടുത്തതിന് ശേഷമാണല്ലോ നെല്ലായി മാറുന്നത്, വൈക്കോലിൽ നിന്ന് വേർതിരിക്കാൻ. ഇതിന്റെയൊക്കെ ചെലവ് ആര് വഹിക്കണം? അത് മാലിക് തന്നെ വഹിക്കണം. അതുപോലെ തന്നെ ട്രാക്ടറിൽ കയറ്റി അവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോയത്, ഇതിന്റെയൊക്കെ ചെലവൊക്കെ ആരെന്നെ വഹിക്കണം? ഇതിന്റെ ഉടമസ്ഥൻ തന്നെ വഹിക്കണം. ലാമിൻ മാലി സക്കാത്തി, അത് സക്കാത്തിന്റെ മാലിൽ നിന്ന് എടുക്കാൻ പറ്റൂല. ഇനി വലാ തുഖറജു സക്കാത്തു ഫിൽ ഹബ്ബി ഇല്ലാ ബഅദ തസ്ഫിയത്തി, സക്കാത്തില് സക്കാത്ത് കൊടുക്കൂല, അത് കൊടുക്കേണ്ടതല്ല. ഫിൽ ഹബ്ബി ധാന്യത്തിൽ ഇല്ലാ ബഅദ തസ്ഫിയത്തി, അത് ക്ലിയർ ആക്കിയതിനു ശേഷം സക്കാത്ത് കൊടുക്കാൻ പാടുള്ളൂ. നമ്മളിപ്പോ പറഞ്ഞു പിന്നെ ഈ കിഷറിലാണെങ്കിൽ കിഷറോടുകൂടെ ആണ് ധാന്യം ഉള്ളതെങ്കിൽ, ഉമിയോടുകൂടെ നെല്ലായി വേർതിരിക്കാത്ത ധാന്യമാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അതിൽ 600 സ്വാ എത്തിക്കഴിഞ്ഞാലാണ് സക്കാത്ത് നിർബന്ധമാവാന്ന് പറഞ്ഞു. ആ പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെ തന്നെ നെല്ലായിട്ട് കൊടുക്കാൻ പറ്റും എന്നല്ല. കൊടുക്കേണ്ടത് തസ്ഫിയത്ത് ചെയ്തതിന് ശേഷമാണ്. ഈ പറഞ്ഞ രൂപത്തിൽ തൻഖീഹ് ചെയ്ത് അതിന്റെ വൈക്കോലൊക്കെ ഒഴിവാക്കി അങ്ങനെ സക്കാത്ത് കൊടുക്കണം. നേരെ വൈക്കോലോടുകൂടെ സക്കാത്ത് കൊടുക്കലല്ല. വലാഫി സമരി, ഫ്രൂട്ടിലും അതുപോലെ തന്നെ സക്കാത്ത് കൊടുക്കേണ്ട എപ്പോഴാണ്? ഇല്ലാ ബഅദൽ ജഫാഫി, അത് തൂക്കുമ്പോൾ അങ്ങനെ തൂക്കുമെങ്കിലും, ഇപ്പൊ ഉണങ്ങിയിട്ടാണുള്ളതെങ്കിൽ ഉണങ്ങിയതിന്റെ തൂക്കം അങ്ങനെയാണ്, ഉണങ്ങാത്തതിനാണെങ്കിൽ തൂക്കം ഉണങ്ങാത്തത് ഇത്രയാണ് നമ്മൾ നേരത്തെ വിശദീകരിച്ചിരുന്നു ഫ്രൂട്ട്സിൽ. അതേ സമയത്ത് അത് തൂക്കുന്നതിന്റെ കണക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പറയുന്ന, കൊടുക്കേണ്ടത് എല്ലാം ഉണങ്ങിയിട്ടാണ്. ഫ്രൂട്ട്സിൽ കൊടുക്കേണ്ടത് ഈത്തപ്പഴമാണ് മുന്തിരിയാണെങ്കിലും അത് ഉണങ്ങിയിട്ട് കാരക്കായിട്ടും അല്ലെങ്കിൽ ഈത്തപ്പഴമായിട്ടും പിന്നെ അതുപോലെ മുന്തിരിയിലാണെങ്കിലും അത് ഉണങ്ങിയതിന് ശേഷമാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, അതിന് മുന്നേ അല്ല കൊടുക്കേണ്ടത് എന്നാണ് നമ്മൾ പറഞ്ഞത്. ക്ലിയർ അല്ലേ? ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്തത് കൃഷിയിലുള്ള സക്കാത്തിനെ കുറിച്ചാണ്. കൃഷിയിലുള്ള സക്കാത്തിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. കൃഷിയിലുള്ള സക്കാത്തിനെ പറ്റി നമ്മൾ എന്താ പറഞ്ഞേ? അതില് ധാന്യങ്ങളിൽ സക്കാത്ത് നിർബന്ധമാകും എന്ന് പറഞ്ഞു. നാട്ടിലെ ആൾക്കാർ ധാന്യമായിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളിൽ സക്കാത്ത് നിർബന്ധമാകും. അതുപോലെ ഫ്രൂട്ട്സിൽ സക്കാത്ത് നിർബന്ധമാകും. ഈത്തപ്പഴം മുന്തിരിയാണ് ഫ്രൂട്ട്സ് ആയിട്ട് പരിഗണിക്കുന്നത്. പിന്നെ അതുപോലെ അതിന്റെ നിസാബ് എത്തുന്നത്, ഫ്രൂട്ട്സിന്റെയും അരിന്റെ ഒക്കെ നിസാബ് എത്തുന്നത് 300 സ്വാ ആണ്. 300 സ്വാ ഉണ്ടാകുമ്പോഴാണ്. അത് ഉനക്കയാണെങ്കിൽ
അഥവാ അതിൻ്റെ ധാന്യങ്ങളാണെങ്കിൽ അതിൻ്റെ തൊലിയൊക്കെ മാറ്റി വേർതിരിച്ചിട്ട് വൈക്കോലൊക്കെ മാറ്റിയിട്ടുള്ളതായിട്ടാണ് കൂട്ടുക. ഇനി അങ്ങനെയല്ല, അരി പോലെയുള്ള എന്താണ് ഭൂമി എപ്പോഴും ഒരുമിച്ചുണ്ടാവുന്ന അങ്ങനെയുള്ള ധാന്യങ്ങളിൽ 600 സായത്തിയാലാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. എത്രയാണ് കൊടുക്കേണ്ടത്? അത് ജലസേചനത്തോടു കൂടെയാണെങ്കിൽ 5% കൊടുത്താൽ മതി, അല്ലെങ്കിൽ 10% കൊടുക്കണം. ഇതാണ് നമ്മൾ ഇതുവരെ വിശദീകരിച്ചത്. 10-1, 5-1. 10-1 എന്ന് പറയുന്നത് 10%. മനസ്സിലായോ? 10-1 എന്ന് പറയുന്നത് 10%. 5-1 എന്ന് പറയും 10-1ന്റെ പകുതി എന്ന് പറയുന്നതാണ് 5%. ഓക്കെ, ഇതുകൊണ്ടില്ലേ വഫീമ സുഖിയ ബിൻ നലഹി, നനക്കലോടുകൂടെ ജലസേചന നടത്തലോടുകൂടെ കൃഷി നടത്തുന്നതിൽ നിസ്ഫുൽ ഉശ്രി 10-1ന്റെ പകുതിയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. 10-1ന്റെ പകുതി എന്ന് പറയുമ്പോൾ 5%. ഇനി സക്കാത്തുള്ള ഹയവാന്റെ സക്കാത്തിനെ പറ്റിയിട്ടാണ് ഇനി ചർച്ച. ഇത് ഇപ്പോൾ ഫുള്ളാവൂല, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് പരമാവധി നോക്കാം. ഏതൊക്കെ ജീവികളിലാണ് സക്കാത്ത് നിർബന്ധമാവുക? 1 ഒട്ടകം, 2 പശു, പോത്ത്, എരുമ, കാള, ഇങ്ങനെയുള്ള മൃഗങ്ങൾ. 3 ഗനമ്, ആട്, നെയ്യാട്, കോലാട്, ചെമ്മരിയാട്, ഏതാടാണെങ്കിലും ഈ പറഞ്ഞ മൃഗങ്ങളിലാണ് സക്കാത്ത് നിർബന്ധമാവുന്നത്. അപ്പോൾ പൂച്ചക്കുട്ടിയിൽ സക്കാത്തില്ല. അതുപോലെ തന്നെ വേറെന്താണ് വെറൈറ്റി ആയിട്ട് മനുഷ്യന്മാർ പോറ്റുന്നത്? എന്ത് ജീവിയാണ്? അതാണ്, പ്രാവിലും കോയിലൊന്നും സക്കാത്തില്ല അല്ലേ? ഓക്കെ, ഈ പറഞ്ഞ ജീവികളിലാണ് ആട്, മാട്, ഒട്ടകം എന്ന് പറയാ ചുരുക്കിയിട്ട്. ആട് എന്ന് പറഞ്ഞാൽ ആടന്നെ, മാട് എന്ന് പറഞ്ഞാൽ ഈ പശു, പോത്ത് അതുപോലത്തെ സാധനങ്ങൾ, ഒട്ടകം എന്ന് പറഞ്ഞാൽ ഒട്ടകം. ഇതിലാണ് സക്കാത്ത് നിർബന്ധമാവുന്നത്. സക്കാത്ത് നിർബന്ധമാവാൻ 3 നിബന്ധനകളുണ്ട് ഇതിൽ. ശരിക്കും ശ്രദ്ധിച്ചിട്ടോളി. ഒന്നാമത്തെ നിബന്ധന, ഈ ചങ്ങായിന്റെ ഉടമസ്ഥതയിൽ 1 വർഷം അത് പൂർത്തിയാവണം. എൻ്റെ ഉടമസ്ഥതയിൽ 1 വർഷം കയ്യിൽ നിൽക്കണം, എന്നാലാണ് എനിക്ക് സക്കാത്ത് നിർബന്ധമാവുക. രണ്ടാമത്തത്, അത് വർഷം മുഴുവനും സ്വന്തം തന്നെ മേഞ്ഞ് നടന്ന് ഫുഡ് കഴിച്ചു പോകുന്ന ജീവിയായിരിക്കണം, എന്നാലാണ് സക്കാത്ത് നിർബന്ധമാവുക. നമ്മുടെ നാട്ടിലൊക്കെ അതിന് പുല്ലരിഞ്ഞു കൊടുക്കും, വൈക്കോല് ക്യാഷ് കൊടുത്ത് വാങ്ങിയിട്ടൊക്കെ കൊടുക്കും. അങ്ങനത്തെ ഉള്ളതിലൊന്നും സക്കാത്ത് നിർബന്ധമില്ല. സക്കാത്ത് നിർബന്ധമുണ്ട് എന്ന് പറഞ്ഞത് ഒന്നായിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്, ഒരു ഇതിനുള്ളിൽ ഇട്ടിട്ടുണ്ട്, അതിങ്ങനെ മേഞ്ഞ് നടന്ന് തിന്ന് ജീവിച്ചോളും. ഒരു ടെർട്ടിൽ അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പം നോർത്ത് ഇന്ത്യയിൽ പോകുമ്പോഴും അതുപോലെ തന്നെ തമിഴ്നാടൊക്കെ പോകുമ്പോൾ കാണുമല്ലോ, അതൊറ്റൊക്കെ തന്നെ മേഞ്ഞ് തിന്നുണ്ടാവും. അങ്ങനെയുള്ള ജീവികൾ, അങ്ങനെയുള്ള രൂപത്തിലാണെങ്കിലാണ് സക്കാത്ത് നിർബന്ധമാവുക. അപ്പോൾ 1 1 വർഷം പൂർത്തിയാവണം. 2 അത് സായിമത്താവണം, തനിച്ച് തന്നെ അതിൻ്റെ ഫുഡ് കണ്ടെത്തുന്നതാവണം വർഷം മുഴുവനും. മൂന്നാമത്തത്, അത് ഈ പണിക്കൊന്നും യൂസ് ചെയ്യുന്നതാവരുത്. ഈ നെല്ല് മതിക്കാനും അത് മതിക്കാനും അതിനൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യുന്ന മൃഗമാവരുത്. അതിലൊന്നും സക്കാത്തില്ല. ഓക്കെ, ഇനി അപ്പൊ നോക്കി, ഇന്നമാ തജിബു സക്കാത്തു മിനൽ ഹയവാനി ഫിന്നാമി. സക്കാത്ത് നിർബന്ധമാവുക, ജീവികളിൽ സക്കാത്ത് നിർബന്ധമാവുക, അത് 1 അത് നാമിലാണ്, ആടുമാട് ഒട്ടകങ്ങളിലാണ്. വഹിയ അലിബിലു ഒട്ടകം, വൽ ബക്കറു പശു, പോത്ത്,
എരുമ ഇതൊക്കെ പെട്ട്. ബക്കർ എന്ന് പറഞ്ഞാൽ വല്ല ഖനമു. മൂന്നാമത്തേനും ആടുകളാണ്. ബി സലാസത്തി ഷുറൂത്തിൻ, 3 നിബന്ധനകളോടുകൂടെയാണ് ഈ പറയപ്പെട്ടവയിൽ സക്കാത്ത് നിർബന്ധമാവുന്നത്. ഒന്ന്, മുളിയുൽ ഹൗലി, വർഷം പൂർത്തിയാകുക, ഫി മിൽക്കിഹി, അവന്റെ ഉടമസ്ഥതയിൽ. ലാക്കിൻ മാ നുതിജ മിൻ നിസാബിൻ യുസക്ക ബി ഹൗലിഹി, അതേസമയത്ത് നിസാബ് എത്തിയതിന് ശേഷം പിറക്കുന്ന വർഷത്തിനിടയിൽ ഇപ്പൊ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഉണ്ടാവുന്നത് യുസക്ക ബി ഹൗലിഹി, അത് എപ്പോഴാണ് വർഷം പൂർത്തിയാകുന്നത് അപ്പാണ് അതിന്റെ സക്കാത്ത് കൊടുക്കേണ്ടി വരിക. നിങ്ങൾക്ക് മനസ്സിലായോ? ആ ഒരു മൃഗം വർഷം പൂർത്തിയാവുന്ന, അതിന്റെ വർഷം പൂർത്തിയായാലാണ് സക്കാത്തിന്റെ മാലായിട്ട് പരിഗണിക്കുള്ളൂ. എന്ന് വെച്ചാൽ 6 മാസം ആയപ്പോൾ എൻ്റെ അടുത്ത് സക്കാത്തിന്റെ നിസാബ് എത്തിയ അത്രയും മൃഗങ്ങളുണ്ട്. പിന്നെ 6 മാസം, ഒരു വർഷത്തിന്റെ 6 മാസം ആയപ്പോഴാണ് അത് ജനിച്ചതെങ്കിൽ ബാക്കി 6 മാസം കൊണ്ട് അതിൻ്റെയും കൂടി എണ്ണത്തിൽപ്പെടുത്തിയിട്ട് സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. മറിച്ച് 6 മാസം കൂടി കഴിഞ്ഞിട്ടാണ് അതിനെ എണ്ണത്തിൽപ്പെടുത്തിയിട്ട് കൊടുക്കേണ്ടുള്ളൂ. ഒരു വർഷം പൂർത്തിയാവണം ആ ജീവിന്റെ. രണ്ടാമത്തെ നിബന്ധന കൗനുഹ സായിമത്തൻ കുല്ലൽ ഹൗലി, വർഷം മുഴുവനും അത് മേഞ്ഞു നടക്കുന്നതാവണം. മൂന്നാമത്തത് മേഞ്ഞു നടക്കുന്നതാവണം എന്ന് പറഞ്ഞാൽ അതിന് നേരത്തെ നമ്മൾ ജലസേചനത്തിന് ചെലവ് വന്നല്ലോ, അപ്പൊ സക്കാത്തിന്റെ അത് കണക്ക് കുറഞ്ഞല്ലോ എന്നതുപോലെ ഇവിടെ ജീവി അത് സ്വന്തം അതിന്റെ ഫുഡ് കണ്ടെത്തുന്നതാണെങ്കിൽ അതിന്റെ സക്കാത്ത് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ കൊടുക്കണ്ട. മൂന്നാമത്തെ നിബന്ധന കൗനുഹ ഗൈറ അവാമില, അത് ആമിലായിട്ട് അതിനെ യൂസ് ചെയ്യുന്നതാവരുത്, പണിയെടുപ്പിക്കുന്ന അങ്ങനെയുള്ളതാവരുത്. പണിയെടുപ്പിക്കുന്ന ഉദാഹരണത്തിന് നമ്മളെ ഈ മെതിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനത്തെ പല ആവശ്യങ്ങൾക്ക് ചരക്ക് നീക്കാൻ വേണ്ടി യൂസ് ചെയ്യുക, അങ്ങനെയുള്ള യൂസ് ചെയ്യുന്ന സാധനങ്ങൾക്ക് ആവരുത്. ഈ 3 നിബന്ധനകളോട് കൂടെയാണ് സക്കാത്ത് നിർബന്ധമാവുന്നത്. ഇനി ഇതിൽ പറയാനുള്ളത് എത്ര കണക്കെത്തിയാലാണ് സക്കാത്ത് നിർബന്ധമാവുക, ഓരോ കണക്കിലും എത്ര സക്കാത്ത് നിർബന്ധമാവും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഈ പറഞ്ഞാൽ എന്താ ഡൗട്ട് ഉണ്ടോ? ചോദിച്ചോളി. ജംഷീർ, അതായത് ഒരു ഉദാഹരണം നോക്കി. ഫലവുക്കാൻ ഐന്ദഹു മിയത്തും വൈശ്രൂന ഗനമൻ, ഒരുത്തൻ്റെ അടുത്ത് 120 ആടുണ്ട് എന്ന് കൂട്ടാം. അങ്ങനെ അതിലൊരു ആടെന്ത് ചെയ്ത് പ്രസവിച്ച് വർഷം പൂർത്തിയാകുന്നതിന് മുന്നേ. ഇതിലിപ്പോ ഉദാഹരണം ഒന്നുകൂടി കൃത്യം മനസ്സിലാവാണെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അതായത് കൃത്യമായിട്ട് ഉദാഹരണം വെച്ച് പറയണമെങ്കിൽ ഈ സക്കാത്ത് നിർബന്ധമാവുന്ന കണക്കെത്തിരാ നിങ്ങൾക്ക് മനസ്സിലാവണം, നമ്മളിപ്പോ പറഞ്ഞിട്ടില്ല. ഓക്കെ, ചുരുക്കി പറഞ്ഞാല് അതിന്റെ വർഷമാകുമ്പോഴാണ് അതിന്റെ സക്കാത്ത് കൊടുക്കേണ്ടത് നമ്മൾ പറഞ്ഞത്. അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ള അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഓക്കെ, വേറെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതല്ലാതെ അസ്സലാത്തേക്കോളി. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി സയ്യിദന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.